ഐ ഹോൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിച്ചപ്പും പുതിനയാണ്. അത് ഞാൻ 1 കപ്പ് 2 കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി, 1 തണ്ട് വേപ്പിൻ്റെ ഇല, 4 പച്ചമുളക്, പിന്നെ ഒരു 7 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 6 കാഷ്യൂനട്ട്, 3 പീസ് പട്ട, 3 ഗ്രാമ്പു. നമുക്കിത് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും നല്ല ജീരകം, പെരിജീരകവും പട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പും പുതിന ആഡ് ചെയ്യാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യാം. വേറെ ഓയിലൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല, ഈ ഓയിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്, നന്നായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ, കട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടാണ് മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, കാലിൻ്റെ സൈഡിലും പിന്നെ അതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ മേലെ. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ചിക്കനിൽ മസാല പുരട്ടുമ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഫില്ല് ചെയ്തിട്ട് മസാല തേച്ച് കൊടുക്കണം കേട്ടോ. എന്നെങ്കിൽ ആ ചിക്കനിൽ മൊത്തം നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയുടെ വീഡിയോ വേറെ ഒന്നുകൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ടാഗ് ചെയ്ത് വെക്കട്ടോ. അത് വേറെ മെത്തേഡിലാണ് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ചിക്കൻ കട്ട് ചെയ്തിട്ടാണ്. ചിക്കനിൽ നന്നായിട്ട് മസാല ഒക്കെ തേച്ചിട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല തേച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് തന്നെ വലിയ പാനിലാണ് ഇത് ചെയ്യണത് കേട്ടോ. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുള്ളതാണ്, പിന്നെ വേറെ ഓയിലൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ആദ്യം ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കിയപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കൂടി മറ്റേ സൈഡും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ടോട്ടൽ 30 മിനിറ്റ്സ് എടുക്കും കേട്ടോ ചിക്കന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേ സൈഡ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ആക്കിയപ്പോൾ ചിക്കൻ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, കുബൂസിൻ്റെ കൂടെ, അല്ലെങ്കിൽ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ചിക്കൻ കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ റെസിപ്പീസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.